കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ പ്രിയ പ്രേക്ഷകരുടെ മുമ്പിൽ വരുവാൻ വലിയവനായ ദൈവം ഞങ്ങൾക്കൊരു അവസരം തന്നത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങളൊക്കെ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നു എന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിത അനുഭവം ഷെയർ ചെയ്യുവാൻ നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മറിയാമ്മ ഫ്രം റാന്നി. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്ന് കടന്നു വന്ന പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ അല്പമിനിറ്റിലായിരിക്കുന്നത് അനുഗ്രഹമായി തീർക്കണമേ, ഓഡിയൻസിന് പ്രയോജനമായി തീർക്കണമേ, കർത്താവിലേക്ക് അടുക്കുവാൻ കാരണമായി തീരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയതോന്നി കേൾക്കുമാറാകണമേ. ഓക്കെ, ദേവദാസി തുടർന്നുള്ള സമയങ്ങൾ ദേവദാസിയുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഈ സമയം അനുവദിച്ചു തന്ന ചാനലും കർത്തൃദാസനും ദാസിക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ നമ്പർ തന്ന ദൈവദാസനും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവസേനയിൽ ഇങ്ങനൊരു ഭാഗ്യ പദവി ജീവിതത്തിൽ എനിക്ക് കടന്നു വരുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചല്ല. ദൈവം ഈ ഒരു ഭാഗ്യം തന്ന ദൈവത്തിനും അതിനൊരിടം തന്ന കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തു നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ദൈവം ഈ ലോകത്ത് വെച്ച് ഞാൻ നീക്കപ്പെടുവാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല തവണ ആഗ്രഹിച്ചതൊക്കെയും ദൈവം അതെല്ലാം തട്ടി നീക്കി എനിക്കൊരു പുതുജീവൻ തന്ന് ഞാൻ ദൈവദാസൻ്റെ ദൈവമക്കളുടെ മുമ്പിലായിരിക്കുകയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കട്ടപ്പന ചേറ്റുകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എൻ്റെ അപ്പൻ്റെ സ്ഥലം റാന്നിയിലാണ്, അമ്മയുടെ സ്ഥലം അടൂരാണ്. രണ്ടുപേരും കൂടെ ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് പോയി ചേറ്റുകുഴി പോയി വസ്തു വാങ്ങിച്ച് വീട് വെച്ച് താമസിച്ചു. ഞാൻ അവിടെ ചെന്ന് ജനിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മയ്ക്ക് 4-5 വർഷം മക്കളില്ലാതിരുന്നു. അമ്മ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ അമ്മ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ശമൂവേലിനെ ദൈവത്തിന് കൊടുത്തതുപോലെ എൻ്റെ അമ്മ പറഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തോട് നേർന്ന് അങ്ങനെ എനിക്ക് മൂത്ത ആങ്ങളെ ഉണ്ടായി കഴിഞ്ഞ് ഞാനുണ്ടായി. പിന്നെ എനിക്ക് ഇളയത് 4 പേരുണ്ടായി. ഞങ്ങൾ 6 മക്കളാണ്. ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും കൂടെ ഞങ്ങൾ 6 മക്കളാണ്. എനിക്ക് 5 ആങ്ങളമാരാണ്. മൂത്തത് ആങ്ങള, എനിക്ക് ഇളയത് 4 ആങ്ങളമാർ. അങ്ങനെ 5 ആങ്ങളമാർ. എൻ്റെ അപ്പനും അമ്മയും അവിടെ ചെന്ന് താമസമായി. അങ്ങനെ എനിക്ക് 5 ആങ്ങളമാരുണ്ട്. ഞാനൊരു പെണ്ണാണ്. അപ്പോൾ അപ്പനും അമ്മയും അവിടെ കൃഷിപ്പണിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ഞങ്ങൾ 6 മക്കളെ വളർത്തി. എൻ്റെ അമ്മ എനിക്ക് ഇളയ ആങ്ങളമാരെല്ലാം പഠിച്ചു, മൂത്ത ആങ്ങളെയും പഠിച്ചു. ഞാൻ ഒരു പെണ്ണായതുകൊണ്ട് എന്നെ പഠിക്കാൻ കൊണ്ട് വിട്ടിട്ട് അപ്പനും അമ്മയും വളരെ കൈയുടെ വെള്ളം വെച്ച് ലാലാലിച്ച് വളർത്തി. ഒരുപാട് സ്നേഹം എല്ലാവർക്കും കൊടുത്തതിനേക്കാളും കൂടുതലൊക്കെ എനിക്ക് തന്നു എന്നെ വളർത്തി. എന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടാൽ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അമ്മ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വീട്ടിൽ വരുന്നതിന് ഇപ്പോഴും ഞാൻ വീട്ടിൽ വരും. ഞാൻ അങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ദുഃഖം അറിയുന്നത്. അന്ന് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞ് ആങ്ങളമാരുടെ സ്നേഹം അറിഞ്ഞ് അവിടെ കൊഞ്ചിക്കൊഴിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ പോരായ്മകൾ ഇപ്പോൾ അറിയുമ്പോൾ വളരെ ദുഃഖമുണ്ട്. എങ്കിലും ദൈവം പറയുന്ന പോലെ ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാവുന്ന പഴയതൊക്കെയും ചിന്തിച്ച് സങ്കടപ്പെട്ട കാര്യമില്ലാന്ന് ദൈവത്തിന് എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ വളർന്നു. എനിക്ക് 17 വയസ്സായപ്പോൾ എനിക്ക് ഒരു കല്യാണാലോചനയൊക്കെ വന്നു. അതെൻ്റെ അമ്മച്ചന്മാർ മുഖാന്തരം വന്നതാണ്. ബന്ധുക്കോസ് വിശ്വാസിയാണ്. സുവിശേഷ വേലയ്ക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയും കൂടാണ്. എല്ലാ ജോലികൾക്കും പോകും, സുവിശേഷ വേലയ്ക്കും പുള്ളിക്കാരൻ പോകും. അങ്ങനെ എന്നെ മാരേജ് കഴിഞ്ഞു. അങ്ങനെ ഇന്ന് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി. എനിക്ക് മൂത്ത 2 മക്കളാണ്, ഇളയത് 2 ആൺപിള്ളേരുണ്ട്. അങ്ങനെ എനിക്ക് 4 മക്കളായിരുന്നു. ആ 4 മക്കൾ എല്ലാം ഈ 2 വയസ്സ് ഓരോ വയസ്സിന് എളുപ്പമേ ഉള്ളൂ. അങ്ങനെ പുള്ളിക്കാരൻ്റെ കൂടെ ജീവിച്ചു
ഒരുപാട് ഒരുപാട് ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇന്നും എൻ്റെ നെറ്റിക്ക് നോക്കിയാൽ കാണാം, അതിൻ്റെ ഒരു അടയാളമാണ് ഈ നെറ്റി കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് എന്നെ ഉപദ്രവിച്ച് എൻ്റെ വായ്ക്കടയും മൂക്കിക്കൂടെയും ഏതെല്ലാം സൈസിൽ കൂടെ പുറത്തോട്ട് ബ്ലഡ് പോകാൻ സ്ഥലമുണ്ട്, അതിൽ കൂടെയൊക്കെയും ഒരു ദിവസം പോലും ബ്ലഡ് പോകാത്ത ദിവസമില്ല. അതുപോലെ എന്നെ ഉപദ്രവിച്ച് എന്നെ അവിശ്യ നിലയിലാക്കി. രാത്രിയുടെ യാമത്തിലൊക്കെ പുള്ളിക്കാരൻ ലഹരി, ഈ ഷാമ്പൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 10-50 കവറെങ്കിലും കഴിച്ചിട്ട് വന്ന് രാത്രിയുടെ യാമത്തിൽ എന്നെ ഭയങ്കരമായി ഉപദ്രവിക്കും. എൻ്റെ കഴുത്തിന് ചവിട്ടി പിടിക്കും, എൻ്റെ നെഞ്ചവിടിക്ക് ചവിട്ടും. പല തവണ ഞാൻ ഈ ലോകത്തൊന്നും 1-2 തവണയല്ല, പല തവണ ഞാൻ ഈ ലോകത്തുനിന്ന് നീക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് സഹിച്ച് വയ്യാതെ വന്നപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ കഴുത്ത് സാരിയുടെ തുമ്പെടുത്ത് മുറുക്കി. ഞാൻ കെട്ടിയത് മാത്രം എനിക്കറിയാം, എനിക്കിനി ജീവിക്കണ്ടെന്ന് ഉള്ളൊരു തീരുമാനത്തിലായി. അങ്ങനെ ഞാൻ മുറുക്കി ഇരുന്ന്. അപ്പോൾ പെട്ടെന്ന് കഴുത്ത് മുറുക്കി ഞാൻ കിട്ടിയോട്ട് ചാരിയത് മാത്രം എനിക്കറിയാം. പിന്നെ എനിക്ക് ഓർമ്മയില്ല. പുള്ളിക്കാരൻ അപ്പോഴത്തേക്കിന് പുറത്തങ്ങോട്ട് നിന്ന് എന്തോ സൗണ്ട് ഇട്ടിട്ട് ഓടി വന്നപ്പം ഞാൻ ബോധം കെട്ട് കിടക്കുന്നതായിട്ട് പുള്ളിക്കാരൻ കണ്ടു. പെട്ടെന്ന് എൻ്റെ കഴുത്തിൽ നിന്ന് അതങ്ങ് അഴിച്ചു മാറ്റി, വെള്ളമൊക്കെ കുഴഞ്ഞ് കുറച്ച് എൻ്റെ 1 മാസം വരെ എന്നെ ഉപദ്രവിക്കലായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ത്യാഗം എൻ്റെ ജീവിതത്തിൽ ഇന്നും നാളെ പറഞ്ഞ് തീരാത്ത ത്യാഗം ഞാൻ സഹിച്ചു. എനിക്ക് 4 കുഞ്ഞുങ്ങളെ തന്നു ദൈവം. അവരെ നല്ല നിലയിലൊന്നും പഠിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല എനിക്ക്. ജീവിതത്തിൽ ഭർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഭവിച്ചതായ 1-2 കാര്യങ്ങൾ നമുക്ക് ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. പുള്ളിക്കാരൻ മദ്യം ചിലപ്പോഴൊക്കെ കഴിക്കും. കൂടുതലും ഈ ലഹരിയാണ് കൂടുതലും കഴിക്കുന്നത്. കഴിച്ചിട്ട് വന്ന് എൻ്റെ അടിവയറിന് ചവിട്ടി, എൻ്റെ മർമ്മത്ത് ചവിട്ടി, എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകും. പിന്നെ കഴുത്തിന് ചവിട്ടി, നെഞ്ചിന് ചവിട്ടി, വായ്ക്കൂടെ മൂക്കിക്കൂടെയൊക്കെ ബ്ലഡ് വരും. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്കിനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പല നാളിൽ 14 വർഷം ഞാൻ അനുഭവിച്ചു. ഈ ദുഃഖം മാത്രം അനുഭവിച്ചു. അവൾക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളമാര് വീട്ടിൽ വന്ന് ഒരു പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, ഇതെന്തോ എൻ്റെ മുഖമെല്ലാം അടിച്ച് കരിനീരിച്ച് കിടക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തോ അമ്മാമേ ഇതെന്തുവാ മുഖത്ത്? ഞാൻ പറഞ്ഞു, എടാ ബസ്സിൽ പോയപ്പം വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോൾ കമ്പി ചെന്ന് ഇടിച്ചതാ. അന്നേരം പറഞ്ഞു, പൊടികൾ പറഞ്ഞു, ഇല്ല അങ്കിളുമാരെ മമ്മിയെ പപ്പ അടിച്ചാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, അമ്മമ്മയുടെ കൈ പെല്ലില്ലയോ, ഒരെണ്ണം കൊടുത്തൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കൈ പൊക്കുന്നതിന് മുമ്പ് എന്നെ ചവിട്ടി തറയിലിട്ടു. പിന്നെ ഞാൻ എങ്ങനെ കൈ പൊക്കുന്ന, എനിക്ക് കൈ പൊക്കാൻ പറ്റത്തില്ല, എനിക്ക് അറിയത്തില്ല, എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ അറിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ 14-ാമത്തെ വർഷം അടുത്തപ്പോൾ ഒരു ദിവസം ഞാൻ 3 തവണ തൂങ്ങി വ്യക്തിയ. ആ 3 തവണയും ദൈവം എന്നെ രക്ഷിച്ചു. പുള്ളിക്കാരൻ്റെ കൈ കൊണ്ട് പലതവണ ഞാൻ മരിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രിയുടെ യാമത്തിൽ പുള്ളിക്കാരൻ എന്നെ ഉപദ്രവിക്കുന്ന പറഞ്ഞാൽ പകല് പുള്ളിക്കാരൻ കിടന്നുറങ്ങും, എനിക്ക് ഉറങ്ങാനൊക്കത്തില്ല, കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ഉറക്കമില്ല. രാത്രിയുടെ യാമത്തിൽ എന്നെ കണ്ടമാനം ഉപദ്രവിക്കും. ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഞാൻ ഉറങ്ങുന്ന നിമിഷം നോക്കി പുള്ളിക്കാരൻ വന്ന് എൻ്റെ കഴുത്തിന് ചവിട്ടി പിടിക്കും, അല്ലെങ്കിൽ എൻ്റെ അടിവരുന്ന് ചവിട്ടും. അങ്ങനെ ആ ഉപദ്രവം സഹിക്ക വയ്യാതെ ഞാൻ കമന്ന് കിടന്നാൽ എൻ്റെ പുറത്ത് ചവിട്ടും, കഴുത്തിന് കൂട്ടി തലമണയിലോട്ട് കുത്തി പൊടിച്ചും കൊണ്ട് എന്നെ ഉപദ്രവിക്കും. പലതവണ എനിക്ക് പല സൈസ് മരുന്നുകൾ എനിക്ക് മേടിച്ചുകൊണ്ട് തന്ന് എന്നെ കൊല്ലാൻ നോക്കി. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹിച്ചു. അന്ന് ഞാൻ ദൈവത്തോട് ഒരു ദിവസം രാത്രി ഞാൻ എഴുന്നേറ്റ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ജീവിക്കണമെങ്കിൽ ഒന്ന് ഈ മനുഷ്യനെ എന്നിൽ നിന്ന് ഒഴിച്ചു തരണം, അല്ലെങ്കിൽ എന്നെ അങ്ങ് എടുക്കണം എന്ന് പറഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ഞാൻ 12 മണി സമയത്ത് ഞാൻ മുറ്റത്തിറങ്ങി. അന്ന് ഞങ്ങൾ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുക. അത് വീടിൻ്റെ ഫ്രണ്ട് റോഡ്. ആ റോഡിൽ 12 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പുള്ളിക്കാരെ അറിയാതെ ഞാൻ മുറ്റത്തിറങ്ങി മുട്ടുകുത്തി കരഞ്ഞു. അങ്ങനെ ഭയങ്കരമായ വിഷയങ്ങളായി. പിന്നെയും വിഷയങ്ങളാണ്, കരച്ചിൽ മാത്രമേ ഉള്ളൂ, വിഷയങ്ങളാണ്. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ലക്ഷങ്ങൾ പൈസകളൊക്കെ കൊടുത്തു, അതൊന്നും മീതിയൊന്നും ഇല്ല. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി നിനക്ക് തരാമെന്ന് പറഞ്ഞ വസ്തു, എനിക്ക് 25 സെന്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു, പൈസ കൂടാതെ. അങ്ങനെ എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി നിനക്ക് തരാമെന്ന് പറഞ്ഞ വസ്തു മേടിച്ചോണ്ടോ, അല്ലെങ്കിൽ ഇന്ന് നിന്നെ പിച്ചാത്തി കാണിച്ചോണ്ട് പറഞ്ഞ് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്ന് പ്രതികരിക്കാൻ അറിയത്തില്ല. ഞാനങ്ങനെ പേടിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എനിക്ക് വസ്തു
തരണം, എനിക്ക് ഓഹരി തരണം, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട് എന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയാം. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് വസ്തുവിന് പറഞ്ഞ് എനിക്ക് വസ്തു വിറ്റ് എനിക്ക് പൈസ തരണം, എനിക്ക് എവിടെയെങ്കിലും വസ്തു മേടിക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, 4 മക്കളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് തരത്തില്ല, അവൻ്റെ ഈ സ്വഭാവത്തിന് ഞങ്ങൾ തരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ കേസ് കൊടുത്തിട്ടായാലും അത് മേടിച്ചോണ്ട് ഇവിടെ വരവ്, അല്ലെ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കും ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പേര് കൊണ്ട് ഞാൻ കേസ് കൊടുത്ത് അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് എൻ്റെ അന്ന് കേസ് കൊടുത്ത് ഒരാഴ്ച ഞാൻ പട്ടിണി നടന്ന് വീട്ടിലും കെട്ടത്തില്ല, അതിലത്തെ വീടുകളിലെല്ലാം പോയി കടന്ന് ഇവരുടെ പേര് കേസും കൊടുക്കാൻ അപ്പനും അമ്മയും കൂടെ പറഞ്ഞ് എന്തായാലും കേസ് കൊടുത്തില്ലേ, അപ്പോൾ അത് അവർക്കും കൊടുത്തേക്കാം, 25 സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യമില്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ 4ാമത്തെ ആങ്ങളെ 5ാമത്തെ ആങ്ങളെയും കൂടെ പറഞ്ഞു, അവർക്കൊന്ന് ജോലിയുണ്ട്, അവർ പറഞ്ഞു ഞങ്ങൾ 25,000 രൂപ കൊടുത്തേക്കാം, 1 സെൻറ്റിന് 1000 രൂപ വെച്ച് 25,000 രൂപ തന്നേക്കാം. അത് ഇപ്പം 30 വർഷമായി. അപ്പം പിന്നെ പൈസ കൊടുത്തേക്കാം, അപ്പം കേസ് തീരട്ടെ, എന്തിനാ ചുമ്മാ ഇട്ട് നാട്ടുകാരെ കൊണ്ട് നാണം കെടുത്തുന്നത്, അപ്പൻ്റെ അമ്മയുടെ പേര് കേസ് കൊടുത്തു, ഞങ്ങളുടെ പേര് കേസ് കൊടുത്തു, നാണം കെടണ്ട, അതുകൊണ്ട് പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കേസ് കൊടുത്തു, ഇവർ പൈസ തരാമെന്ന് ഉറപ്പിച്ചു, 1 മാസത്തിനകം പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി ആവട്ടെ, 1 മാസത്തിനകം കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പൈസ റെഡിയായി, സ്റ്റേഷനിൽ വന്ന് മേടിച്ചോളാൻ പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഇതുപോലെ പൈസ തരാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പം വീട്ടിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ വെച്ച് തന്നെ അപ്പനും അമ്മയും സൗകര്യങ്ങളും പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനൊരു മകളില്ല, ഇങ്ങനൊരു പെങ്ങളും ഇല്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി വെപ്പിച്ച് എനിക്ക് 25,000 രൂപ തന്നു. ഞാൻ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പൈസ വേണമെന്ന് പറഞ്ഞ് എന്നെ അടിച്ചു വീണ്ടു. അപ്പം കൊച്ചുങ്ങൾ പറഞ്ഞു മമ്മി പൈസയും കൊടുത്തേര്, മമ്മി ഈ ത്യാഗം സഹിക്കണ്ട, ഞങ്ങൾക്ക് അമ്മയെ വേണം, അപ്പ ഇല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കും, അമ്മയെ വേണം. അങ്ങനെ ഞാൻ ആ ഉപദ്രവം കാരണം ഞാൻ ആ പൈസയും കൊടുത്തത് ഈ 25,000 രൂപ പുള്ളിക്കാരൻ കുറേശ്ശെ കൊണ്ട് നടന്ന് അതും ഇതും എല്ലാം ചെയ്തിട്ട് എൻ്റെ പൈസ തന്നിട്ടില്ല. ആട്ടി മൂത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞു ഒന്നേ നിങ്ങൾ പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊന്ന് ഇയാളെ മുമ്പിച്ചാവും. അങ്ങനെ കൊടുക്കും. പുള്ളിക്കാരൻ പറഞ്ഞാൽ കുഴപ്പമില്ല, പൈസ പൈസക്ക് 5,000 രൂപ തീർന്നു, പിന്നെ 20,000 രൂപ കയ്യിലുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് കണ്ണനെല്ലൂര്, കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് കണ്ണനെല്ലൂര്, കുയ്യപ്പള്ളി മീയണ്ണൂർ കണ്ണനെല്ലൂര്. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് അടൂരൊരു വീട് ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഈ വീട് അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ സാധനങ്ങളെല്ലാം പറക്കി ഒരിടത്ത് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഈ 4 കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഞാൻ പുള്ളിക്കാരൻ്റെ പുറകെ ചെന്നു. അത് 2013 അത് ഇതുപോലെ ഒരു ഓഗസ്റ്റ് മാസം 14-ാം തീയതി. അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ അടൂർ സ്റ്റാൻഡിൽ ചെന്ന്, പുള്ളിക്കാരനെ കൂടെ ഉണ്ട്. അങ്ങനെ അവിടെ ചെന്ന് നിന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇവിടെ നില്ല്, ഈ 2 മക്കളെയും കൊണ്ട്. ആമ്പിള്ളേരെ 2 പേര് പുള്ളിക്കാരൻ്റെ കയ്യിലങ്ങ് ആക്കിയിട്ട് എന്നോട് പറഞ്ഞു പിള്ളേർ 2 എൻ്റെ കൂടെ നിൽക്കട്ടെ, പെൺപിള്ളേർ 2 നിൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിൽ നിന്ന് ഒരു 10 രൂപ പോലും എനിക്ക് തരാതെ കൊണ്ട് ഈ പൈസയുമായിട്ട് ഈ 2 ആൺകുഞ്ഞുങ്ങളെയും കൊണ്ട് പുള്ളിക്കാരൻ പോയി പോക്കാം. പക്ഷെ എന്നെ പലതവണ എന്നെ ഉപദ്രവിക്കുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി, എനിക്ക് അതിനെക്കുറിച്ചൊന്നും തിരിച്ച് ചിന്തിക്കാനോ വിവേചിക്കുവാനോ ഉള്ള ഒരു കഴിവൊന്നും എനിക്കില്ല. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ നിങ്ങളുടെ അന്ത്യം വണ്ടിക്കില്ലാന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അടൂർ സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. അന്ന് എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്ന ബൈബിളുണ്ട്, ആ ബൈബിളിനകത്ത് ഒരു 200 രൂപ എനിക്കൊരു അമ്മച്ചി തന്നു. ആ 200 രൂപയും ഞാനും ഈ 2 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. ഈ 2 ആൺകുഞ്ഞുങ്ങളെയും കൊണ്ട് പുള്ളിക്കാരൻ രാവിലെ 10 മണിയായപ്പോൾ പോയിട്ട് 3-3:30 വരെ ഞങ്ങൾ ആ സ്റ്റാൻഡിൽ നിന്നപ്പോൾ എല്ലാവരും തിരിഞ്ഞു മറിഞ്ഞു നോക്കുക, എന്നെയും കുഞ്ഞുങ്ങളെയും തിരിഞ്ഞു മറിഞ്ഞു നോക്കുക, കാരണം രാവിലെ മുതലേ നിൽക്കുക. പുള്ളിക്കാരൻ ഞാൻ ഇങ്ങനെ നിന്ന് വിഷമിച്ച് ഞാൻ എന്തായാലും കൊച്ചുങ്ങളോട് പറഞ്ഞു മക്കളെ നമ്മളെ ഇട്ടിട്ട് പോയതാ, അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒരു കടക്കാടമില്ല, ഒരു വീടുമില്ല, കൈ 10 രൂപയും ഇല്ല. ആ പൈസയും കൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് പോവുകയും ചെയ്തു. എനിക്ക് വീട്ടിൽ നിന്നുള്ള ബന്ധവും പിഴിഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. കൊടുക്കാൻ ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു 3-3:30 ഞാൻ പറഞ്ഞു മക്കളെ നമുക്ക് ഇത്തിക്കര 6 ഉണ്ട്,
നമുക്ക് അവിടെ പോയി ചത്തുകളയാം, ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്നുള്ളതും മേടിച്ച് വീട്ടുകാർ ബന്ധുവഴി. അപ്പം ഈ മനുഷ്യനെ വിചാരിച്ച് ഞാൻ പുറകെ വന്നത്. അപ്പം എനിക്ക് ഈ 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നമുക്ക് പോയി ചത്തുകളയാം. അപ്പം മൂത്തോളും പറഞ്ഞു, ശരി മമ്മി, ഇനി നമ്മൾ ജീവിച്ചിരുന്ന വല്ല കാക്കയോ കഴുകനോ ഒക്കെ നമ്മളെ കൊത്തിപ്പറിക്കും, അതിനേക്കാളും നല്ലത് നമ്മൾ മരിച്ചു പോന്നേ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബസ് കയറി കുണ്ട്ര ചെന്നു. എന്നിട്ട് ഞങ്ങള് അപ്പൊ കുഞ്ഞുങ്ങളെ പഠിച്ചത് കണ്ണൂരിലെ സ്കൂളിലാണ്. അപ്പൊ അവിടെ ഒരു കൂട്ടുകാരി, ഒരു ആശാരി കുടുംബമുണ്ട്. ആ കൊച്ചുമായിട്ട് എൻ്റെ മൂത്തവൾക്ക് ഭയങ്കര കൂട്ടാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി ചെന്നപ്പോൾ 6 മണി ആയതേ ഉള്ളൂ. അപ്പൊ നല്ലപോലെ ഇരുട്ടിയിട്ടൊന്നുമില്ല. അന്നേരം എന്നോട് പറഞ്ഞു, മമ്മി നേരെ ഇരുട്ടിയില്ലല്ലോ, ഇരുട്ടുന്നതിന് മുമ്പ് ചെന്ന് ചാടി കഴിഞ്ഞാൽ അവർ പിന്നെയും ആരെങ്കിലുമൊക്കെ അവിടെ മണലുകോരും ആരൊക്കെ ഉണ്ട്, നമ്മളെ കരക്ക് കയറ്റി നിർത്തി പേപ്പറിൽ നാണക്കെടും. അതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരും ഉണ്ട്, നമുക്ക് അവിടെ ഇറങ്ങി ഇന്നൊരു ഇരുട്ടുന്നിടം വരെ ഒരു 7 മണി വരെ അവിടെ നിൽക്കാം, നിന്നിട്ട് നമുക്ക് കയറി വരാം. ആ ശരി മക്കളെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു, അവരുടെ അടുത്തൊന്നും ഇത് പറയരുത്, അവർക്കൊക്കെ അറിയാം. എന്നെ സ്കൂളിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ മുമ്പിലിട്ട് സാർമാരുടെ മുമ്പിലിട്ടൊക്കെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അന്നേരം എല്ലാവരും പറയും ഞങ്ങൾക്ക് മാനസിക രോഗം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ എല്ലാവർക്കും അറിയാം എന്നെ ഉപദ്രവിക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ അവിടെ ചെന്നപ്പോൾ ഈ കൊച്ചുങ്ങളുടെ മാതാവും പിതാവും ഇല്ല. അവർ 2 പേരും കൂടെ ഒരു 6:45 ആയപ്പോഴത്തേക്കിന് ജോലിയും കഴിഞ്ഞ് വരും. അവർ ആശാരിമാരാ. അവർക്കൊരു കുഞ്ഞൊരു ഷെഡ് മാത്രമേ ഉള്ളൂ. കണ്ടത്തിൽ അവർ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഷെഡ് വെച്ചേക്കും. അവർ ഒരു റൂമും ഒരു ഹാളും പോലെ ഓല കൊണ്ട് കെട്ടി മറിച്ചൊരു കുടില. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇവള് ആ കൊച്ചിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ഈ പെങ്കൊച്ച് തന്ത്രി എന്നുള്ള അടുത്ത് പറഞ്ഞു, ഇതുപോലെ സംഭവിച്ചു, അവർ മരിക്കാൻ പോവുക എന്ന് പറഞ്ഞു. അന്നേരം ഈ പിതാവ് എന്നോട് പറഞ്ഞു, അമ്മാമയാണോ ഈ മക്കൾക്ക് ജീവൻ കൊടുത്തത്? അമ്മാമയ്ക്ക് ജീവൻ ഇട്ടത് അമ്മാമയാണോ? അല്ലല്ലോ അമ്മ, ഒരു കാരണവശാലും ഒന്നും ചെയ്യരുത്, ഞങ്ങൾക്കൊരു റൂമുണ്ട്, ആ റൂമിൽ അമ്മാമയും മക്കളോട് കിടന്ന് നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് തിരക്കാം. അപ്പൊ എൻ്റെ ഈ പൈസയൊന്നും ഇല്ല, 220 വണ്ടിക്കൂലിയും പോയി. അങ്ങനെ അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്തായാലും പിന്നെ നമ്മൾ ഇത്രയൊക്കെ ആയില്ലേ മമ്മി, എന്തായാലും ആ അച്ഛൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ തങ്ങിക്കൊണ്ട് നാളെ കാണും നമുക്കൊരു വീട് ഇവിടെ കാണും നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ. അന്നേരം പറഞ്ഞ്, ആ മമ്മി വിഷമിക്കണ്ട, ദൈവം എന്തെങ്കിലും നമുക്ക് കരുതും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം ശുശ്രൂഷയിലൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ശുശ്രൂഷ ഇറങ്ങാത്തോണ്ട് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ ഒരു മിനിറ്റ്, ആദ്യകാലം മുതലേ വിശ്വാസ ജീവിതത്തിലാണോ ഈ സംഭവങ്ങളൊക്കെ? അല്ല, ഞങ്ങള് മർത്തോമായില്ല. ഞാൻ മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. ഓക്കെ, മർത്തോമയിൽ ഇരിക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. മർത്തോമയില് ജീവിക്കുമ്പോഴാണ് ഭർത്താവിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ബന്ധുക്കോസി വന്നു. ഞാൻ പുള്ളിക്കാരന്റെ പുറകെ ഇങ്ങനെ പോകും വരും, പ്രാർത്ഥനയ്ക്ക് അവിടെ കൊണ്ട് എന്നെ കൊണ്ടുപോയിട്ട് വരുന്ന വഴിക്കൊക്കെ ബസ്സിലൊക്കെ വെച്ച് എന്നെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ പുള്ളി ബന്ധുക്കോസുകാരനാണ് ആക്ച്വലി? ആണോ? ഓക്കെ, അപ്പൊ ബന്ധുക്കോസുകാരനായിരിക്കുമ്പോഴാണ് ഈ അനുഭവങ്ങളെല്ലാം പ്രിയ സഹോദരി അനുഭവിക്കുന്നത്. കണ്ടിന്യൂ ചെയ്താണ്. അപ്പൊ അങ്ങനെ ഞാൻ അവിടുന്ന് ബസ് കയറിയപ്പോ ഇങ്ങനെ ഞാനും എൻ്റെ മക്കളും കൂടെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക, മരിച്ച് പോകാന്ന് പറഞ്ഞ് ഇങ്ങനെ ബസ് കയറി. അങ്ങനെ കണ്ണൂരിലൊരു അടുക്കാറായപ്പോൾ ഞാൻ ബസ്സിനകത്ത് മാണ്ടിരിക്കുക. എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കാണുന്നില്ല. ഈ ഒരു അവസ്ഥകൾ വന്നപ്പോൾ ഞാൻ മാനസികമായിട്ട് അങ്ങ് മൊത്തത്തിൽ തകർന്ന് ഞാനിങ്ങനെ കിടക്കുക, ബസ്സിനകത്ത് കുഞ്ഞുങ്ങളുടെ പുറത്തോട്ട് കിടക്കുക. അപ്പം എന്നോട് ആരോ ഒരാൾ വന്ന് എന്നോട് സംസാരിക്കുക. എനിക്ക് അതിനെക്കുറിച്ച് തിരിച്ചറിയത്തില്ല. ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ മരിക്കുകയില്ല, നീ വെക്കാത്ത വീട്ടിൽ കിടക്കും, നീ കുഴിക്കാത്ത കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കും, നീ മരിക്കുകയല്ല, നിന്റെ മക്കളെ നീ കാണും എന്നൊക്കെ എന്നോട് പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞു, വേറെ ജോലിയൊന്നുമില്ല. ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ ഈ ബൈബിളിൽ ഇരിപ്പുണ്ട്. അന്നേരം പെട്ടെന്ന് തീ പോലെ ഒരു പ്രകാശം, ആ പ്രകാശത്തിനകത്ത് തീ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് എന്നോട് സംസാരിക്കും. ഞാൻ അന്നേരം പറഞ്ഞു, മക്കളെ എൻ്റെ കണ്ണ് കാണുന്നില്ല, ഭയങ്കര പ്രകാശം, തീ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നോട് വന്ന് സംസാരിക്കുന്നത്, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു വചനം തന്നു, 1 തീമോഥെയോസ് 6:16. ആരും കണ്ടിട്ടില്ല, ആർക്കും കാണുവാൻ കഴിയാത്തതുമായി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, ഞാൻ നിന്റെ ദൈവമാണ്. ഈ ദൈവമാണ് ദൈവദാസ എന്നെ ഈ നിലയിലെത്തിച്ചത്.
അങ്ങനെയാണ് ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുന്നത്. അപ്പൊ എന്നോട് ആ സഹോദരൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, നാളെ ഇവിടെ ഒരു വീട് കിടപ്പുണ്ട്, ഞാൻ ആ വീട് പോയി ചോദിക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ പൈസയൊന്നും ഇല്ല, അത് ഡെയിലി പിരിവാരനുണ്ട്, പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇച്ചിരി പൈസ മേടിച്ച് തരാം, ദിവസവും 100 രൂപ വെച്ചങ്ങ് അടച്ചാൽ മതി. അങ്ങനെ പുള്ളിക്കാരൻ 2000 രൂപ മേടിച്ച് തന്നിട്ട് അവിടെ അടുത്തൊരു വീട് കടന്നു, ഒരു ഹിന്ദുക്കളുടെ ഒരു പഴയ ഒരു ഓടിട്ട വീടാ. പുള്ളിക്കാരൻ പോയി അത് ചോദിച്ചപ്പം എന്നെ കൂടെ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസമായി. ഞാൻ അന്നേരം പിറ്റേ ദിവസം തൊട്ട് എനിക്കറിയത്തില്ല, ഞാൻ പുള്ളിക്കാരൻ്റെ പുറകെ ഇങ്ങനെ ഒന്നിടത്തൊക്കെ പോയിട്ടേ ഉള്ളൂ. ഞാൻ പിന്നെ എന്നോട് ദൈവാത്മ പറഞ്ഞ് ശക്തമായിട്ട് ഈ വചനം തന്നത് എൻ്റെ ഹൃദയത്തിൽ കിടക്കുമോ, എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവാത്മ എന്നെ ഓരോ ദേശം കാണിക്കാൻ തുടങ്ങി, ഓരോ വീടുകൾ കാണിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പോകാൻ തുടങ്ങി, ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. എങ്ങനെ ഒന്നും എനിക്ക് ഇന്നും അറിയത്തില്ല. ആ ഒരു ലെവൽ, ഈ ഒരു ലെവലിൽ വരാൻ എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കർത്താവിനെ ഇത്രത്തോളം സ്നേഹിച്ചു ഞാൻ ഈ 2 പെൺകുഞ്ഞുങ്ങളും കൂടെ ഞാൻ ഇങ്ങനെ വളരെ നിരാശനായിട്ട് ജീവിതത്തിൽ മരിക്കാൻ പോയ സ്ഥാനത്ത് ദൈവാത്മാവ് എനിക്ക് ഇങ്ങനെ ഒരു വഴി ഒരുക്കി തന്നത് എൻ്റെ ദൈവത്തിന്റെ ഭയങ്കരമായ ഒരു കൃപയാണ്. എനിക്ക് ഈ ലോകത്തൊന്നും പുകഴുവാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ താമസമായി. പിറ്റേ ദിവസം തൊട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞ്, നീ ഇന്ന ദേശത്ത് പോകണം, ഇന്ന വീടുകളിൽ പോകണം. പിന്നെ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് ആയി. ഞാൻ സ്നാനപ്പെട്ടു. അങ്ങനെ ദൈവസേനയിലായി. എൻ്റെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു. ഏനാട്ട് മാറാനാഥ എന്ന് പറഞ്ഞ ചർച്ചിൽ ഞാൻ അംഗത്വമായി. അവിടെ ശുശ്രൂഷയ്ക്ക് പോകും. അവിടെ നിന്ന് അവരുടെ കുടുംബങ്ങളെ വിളിക്കും. പിന്നെ എന്നെ അറിഞ്ഞു കേട്ട് ഒരുപാട് കത്തോലിക്കക്കാരും ഓർത്തഡോക്സുകാരും ബന്ധക്കോസുകാരും എല്ലാം എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കാൻ തുടങ്ങി. ചെല്ലുന്നിടത്തെല്ലാം ദൈവം, എനിക്കറിയത്തില്ല, ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ ഇന്നും നാളെയും പറഞ്ഞ് തീരത്തില്ല. കാരണം അങ്ങനെ ഓരോ വീടുകളിൽ ചെന്ന് വർഷങ്ങൾ കൊണ്ട് ഗൾഫിൽ പോകാതെ കിടക്കുന്നവരൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ അടുത്തൊക്കെ ചെന്ന് പ്രാർത്ഥിച്ച് ദൈവദാസി, ദൈവം ചെയ്ത 1-2 നന്മകൾ നമ്മുടെ പ്രേക്ഷകരുടെ ആത്മീക വർധനവിന് വേണ്ടി ദൈവം നടത്തി 1-2 വിധങ്ങൾ. അത് വാടക വീട്ടിൽ പാർക്കുമ്പോൾ വിവിധ ഇടങ്ങളിൽ കടന്നു പോകുവാൻ ദൈവാത്മാവ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ദൈവം ആ ഇടങ്ങളിൽ സമയങ്ങളിൽ നടത്തി 1-2 ഉദാഹരണങ്ങൾ ഒന്ന് വിവരിച്ചാൽ നന്നായിരിക്കും. അങ്ങനെ ഞാൻ അതിനകത്ത് മാറാനാഥ ചർച്ചിൽ ഞാനവിടെ അംഗത്വം എടുത്ത് അവിടെ സ്നാനപ്പെട്ട് ഞങ്ങൾ അവിടെ കൂടി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ദൈവാത്മാവ് എന്നെ ഒരു 2-3 ഭവനങ്ങളിൽ വിട്ടു. അത് ഓർത്തഡോക്സുകാരാണ്. ഞാൻ ആ ഭവനങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ചു. പുള്ളിക്കാരൻ വർഷങ്ങൾ കൊണ്ട് ഗൾഫിൽ പോകാൻ, അമേരിക്കയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ഇത് പുള്ളിക്കാരന് പോകാൻ പറ്റിയില്ല. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് എന്നിൽ കൂടി ആലോചന കൊടുത്തു, ഇത്ര ദിവസത്തേക്കകം പുള്ളിക്കാരൻ കയറി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ്, എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ, കുറച്ച് പൈസകളൊക്കെ എനിക്ക് തന്നു, എന്നെ സഹായിച്ചു. ഞാൻ ഇന്നും ദൈവവാസം വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇന്നുവരെ എനിക്കൊരു അടിസ്ഥാനം ഒത്തിട്ടില്ല. കുഞ്ഞുങ്ങളെ 2 കെട്ടിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ മൂത്ത മോൾക്കൊരു ആലോചന വന്നു. കണ്ണൂരാണ്, അവളെ കെട്ടിച്ചു. പിന്നെ 2 കുഞ്ഞുങ്ങൾ അവൾക്കുണ്ട്. പിന്നെ ഇളയവളെ കെട്ടിച്ചത് കൊല്ലത്താണ്. അവന് പിന്നെ ബോട്ടിൽ പോവുകയാണ്. അപ്പം അങ്ങനെ 2 മക്കളെയും ആ ഒരു ശുശ്രൂഷയുടെ നടുവിൽ വെച്ച് ഞാൻ 2 പേരെയും പറഞ്ഞയച്ചു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞ് അവരുടെ 19 വയസ്സിൽ അവർക്ക് മാരേജ് നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 19 വയസ്സിൽ തന്നെ മാരേജ് നടന്നു. അവർക്ക് നല്ല കുഴപ്പമില്ല, നല്ലൊരു ജീവിതം ദൈവം തമ്പുരാൻ അവർക്ക് കൊടുത്തു. പിന്നെ ഇന്നും ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാനും ഇളയ മോളും വാടകയ്ക്കാണ്. അവന് ഓഹരിയൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഒറ്റയ്ക്കായതുകൊണ്ട് അവളും വാടകയ്ക്കാണ്. അങ്ങനെ ഞാൻ അവിടെ തുടങ്ങി ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. ഒരു വീട്ടിൽ ചെന്ന് അതും ഒരു ഓർത്തഡോക്സ് വീടാണ്. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവാത്മാവ് ആ സഹോദരി തന്നെ, ഞാൻ അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് എന്നെ അടുത്ത വീട്ടിലേക്ക് വിളിച്ചതാണ്. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഇവിടെ ഇരുന്നൊരു അത്ഭുതം കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ എന്തുവാ, ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല. ഞാനങ്ങനെ വളരെ ദൈവത്തോട് സങ്കടം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പം ഈ വിളിച്ച സഹോദരി തന്നെ ഞാൻ ചെന്ന് കയറി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാടി വന്നേന്ന് ചോദിച്ചു. നീ എന്തിനാ വന്നത്? ഇത് ഞാനിരിക്കുന്നുണ്ടോ, നീ എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞ്, ഞാൻ വന്നത് ദൈവം എന്നെ അയച്ചിട്ട് വന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ആ സഹോദരിയുടെ അപ്പനും അമ്മയും ആ സഹോദരൻ്റെ അമ്മയുണ്ട്,
പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു വിശ്വാസി സഹോദരിയും കയറി വന്നു. ഇത്രയും പേരേ ഉള്ളായിരുന്നു, അവരുടെ 2 കുഞ്ഞുങ്ങളും. ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഞാൻ പറഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഒരു സമയമാണ്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ ഇരുന്ന ഉടനെ പുള്ളിക്കാരിയിൽ ഇരുന്ന അന്ധകാരശക്തി അങ്ങ് ഇളവി. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല. എന്തായാലും വേണ്ടിയല്ല, ഞാൻ പ്രാർത്ഥിച്ചു, ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് ഏതാണ്ട് ഒരു പകുതി ആയപ്പോഴത്തേന് പുള്ളിക്കാരി ഭയങ്കര ഒരു ഹോളാണ്. ആ ഹോളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഉരുളക്കാൻ തുടങ്ങി. ഉരുണ്ട് കൊടുക്കാൻ എന്നോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ തീയാണ്, നീ വന്നിരുന്നപ്പോൾ എൻ്റെ ശാഖകൾ മൊത്തം നശിച്ചു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ നീ അങ്ങ് വിടുവോ? ഞാൻ പറഞ്ഞു വിടത്തില്ല, ഞാൻ നിന്നോട് ചോദിച്ചില്ലേ, നീ ആരാണ് ചോദിച്ചിട്ട് നീ എന്നോട് പറഞ്ഞില്ല, ഇത് തീർത്തും നിന്നെ ഇവിടെ വെച്ച് നശിപ്പിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ സഹോദരിയെ കൊണ്ടുവന്നിട്ട് 15 വർഷമായി. 15 വർഷം കൊണ്ട് ഈ ഇരിക്കുന്ന തള്ളയുടെ അനിയത്തി ചെയ്തതാ. അവർ 15 വർഷം കൊണ്ട് എനിക്ക് ചെയ്തു വെച്ചതാ. അപ്പം അത് ഞാൻ പോകത്തില്ല. എനിക്ക് വർഷം തോറും കോഴിയും പട്ടും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തരുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് വിട്ടുപോകത്തില്ല, ഇവരുടെ കുടുംബം വെളുപ്പിച്ചേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ കുടുംബത്തുള്ള 3-4 ആണുങ്ങൾ സഹോദരന്മാരെല്ലാം മരിച്ചുപോയി. ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ആ തള്ളയ്ക്ക്, ബാക്കിയെല്ലാം മരിച്ചു. പെട്ടെന്നുള്ള ആപത്തുകൾ, അപകടങ്ങളിൽ നിന്നൊക്കെ പുള്ളിക്കാര സഹോദരങ്ങളെല്ലാം മരിച്ചത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വ്യക്തികളാണ് ഇതിനകത്ത് ഈ പുള്ളിക്കാരിയെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഈ പറഞ്ഞ കാര്യം ഇവർ കേൾക്കത്തക്ക രൂപത്തിൽ സംസാരിച്ചിട്ട് നീ അടയാളം ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. കൊടുക്ക എൻ്റെ കാലേ വീണ് കയ്യെ വീണ്, നീ തീയാണ്, നീ എവിടെ പോയാലും നീ ഇവിടെ കൊടുത്ത ആലോചനയെല്ലാം നടക്കും, പുള്ളിക്കാരൻ 3 മാസം ഗൾഫിൽ പോകും, അതെല്ലാം സംഭവിക്കും, ഇതെല്ലാം ഞാനാണ് തടഞ്ഞു വെച്ചത് എന്ന് പുള്ളിക്കാരി ഇരുന്ന് ദുരാത്മാവ് സംസാരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ കുടുംബം മൊത്തം വിശ്വാസത്തിൽ വന്നു. ആ ഒരു കുടുംബം മൊത്തം വിശ്വാസത്തിൽ വന്ന് അവരെല്ലാം ഇന്ന് നല്ല ആത്മീയ ജീവിതത്തിൽ നല്ലൊരു സഭയോട് ചേർന്ന് അവരെല്ലാം വളരെ സന്തോഷമായിട്ട് കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നു. അങ്ങനെ ഒരുപാട് ഭൂതങ്ങളെ ഇറക്കാനും രോഗശാന്തിയും ഒക്കെ ദൈവം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് ഇടയ്ക്ക് വെച്ച് മാനസികമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ കെട്ടിച്ച് കഴിഞ്ഞ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്ന്, കടഭാരങ്ങളൊക്കെ വന്നപ്പം എനിക്ക് മാനസികമായിട്ട് ഈ 2 കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തയൊക്കെ വന്നപ്പോൾ ഞാൻ ഒരുപാട് പിന്നോട്ട് മാറി. പക്ഷേ ഈ നാളുകളിൽ ദൈവം എന്നെ ശക്തമായിട്ടെടുത്ത് കരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അനേക ഇടങ്ങളിൽ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്, മൂവാറ്റുപുഴ അവിടെയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കർത്തൃസേനയിൽ നിൽപ്പാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ 2 ആമക്കളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നീ മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ മക്കളെ 2 നിൻ്റെ മുമ്പിൽ കൊണ്ടു തരും, നീ ഭാരപ്പെടണ്ട. അങ്ങനെ ആ വചനം എന്നെ സമാധാനിപ്പിച്ചു. ഈ ദൈവാത്മാവ് എന്നെ ആശ്വസിപ്പിച്ചു. അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് അടിസ്ഥാനം തെറ്റിയാൽ നീതിമാൻ എന്ത് ചെയ്യും? അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒടുക്കം ഈ പ്രശ്നങ്ങളെല്ലാം മൂത്ത് ഭയങ്കരമായ വിഷയങ്ങളായി. പുള്ളിക്കാരൻ എന്നെ ഇട്ടിട്ട് പോയി 2.5 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിൽ അറിയുന്നത് പുള്ളിക്കാരൻ 2 ആമക്കളെയും കൊണ്ട് പോയി. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രം ഒറ്റപ്പെട്ടു എന്ന് അവരെങ്ങനെയോ അറിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മയൊക്കെ തിരക്കി വരാൻ തുടങ്ങി, സൗരങ്ങളെല്ലാം തിരക്കി വരാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ഞങ്ങൾ കൊല്ലാൻ കൊടുത്തതല്ല, ഞങ്ങൾ ജീവിക്കാൻ കൊടുത്തതാ, അവൻ ഈ പണി ചെയ്തോ, അവൻ എവിടെ ചിട്ടിയാലും അവനെ കൊല്ലുമെന്ന് പറഞ്ഞൊക്കെ നടന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളാരും പ്രതികരിക്കണ്ട, ദൈവം പ്രതികാരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ 2018 പുള്ളിക്കാരൻ എവിടെ താമസിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇളയ മോളുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ലേ പോയതിന് ശേഷം. അങ്ങനെ ഇളയ മോളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, മരുമോനുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരൻ ഇങ്ങനെ കരുനാപ്പള്ളിലും കണ്ട താമസിച്ചുകൊണ്ടിരുന്നിടത്ത് വെച്ച് പുള്ളിക്കാരൻ എന്നെ കളഞ്ഞിട്ട് പോയി വേറെ വിവാഹവും കഴിച്ചിട്ട് പുള്ളിക്കാരൻ അവിടെ ഒരു ഭാര്യയുമായിട്ട് താമസിച്ച് ഇതൊക്കെ ഞാൻ പിന്നെ അറിഞ്ഞിട്ട് ഞാനത് പ്രതികരിക്കണമെന്ന് വിചാരിച്ചു. അന്നേരം എൻ്റെ മക്കൾ പറഞ്ഞു, ഒരിക്കലും വേണ്ട മമ്മി, ആരെയും ഒന്നും ചെയ്യണ്ട, ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ ഒരു ദിവസം പുള്ളിക്കാരിയായിട്ട് 8 വർഷം കൊണ്ട് താമസിച്ചതിന് ശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ പോയ വഴിക്ക് ഏതോ ഒരു ടിപ്പർ വണ്ടി വന്ന് പുള്ളിക്കാരനെ തട്ടി റോഡിലിട്ട് പുള്ളിക്കാരൻ അവിടെ കിടന്ന് മരിച്ചുപോയി. റോഡിൽ തന്നെ വണ്ടി ഇടിച്ച് മരിച്ചുപോയി.
അപ്പോൾ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, മമ്മി ഇനി ആരോടും ഒന്നും പറയല്ലേ, മമ്മിയുടെ വാക്ക് അത് കണ്ടോ പപ്പായ്ക്ക് അത് സംഭവിച്ചു. ഞാൻ പറഞ്ഞു, ഞാനായിട്ട് പറഞ്ഞതല്ലല്ലോ, എനിക്ക് അറിവില്ലാത്ത കാലത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മക്കളോട് ക്ഷമാപണമൊക്കെ ചെയ്ത് അങ്ങനെ പുള്ളിക്കാരെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. കേസ് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങൾക്കൊന്നും 10 രൂപ കിട്ടിയില്ല. ആ ഭാര്യയ്ക്കാണ് പൈസയൊക്കെ 8 ലക്ഷം 10 ലക്ഷം രൂപ എങ്ങാണ്ട് കിട്ടി. പുള്ളിക്കാരൻ അവർക്ക് അവർ വീടും വസ്തുവൊക്കെ മേടിച്ച് അവർ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നു. ഇന്ന് ഞാൻ ഈ ലോകത്ത് സഹിച്ചതിന് ഒരു കാൽപ്പാൻ പോലും, ഒരു പൊടി പോലും എനിക്ക് സ്നേഹം തന്നിട്ടില്ല. എൻ്റെ ദൈവം എന്നെ വിളിച്ചിറക്കിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവദാസ ഞാൻ എൻ്റെ മക്കൾ എന്നേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെ. അപ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചും എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒക്കെ ദൈവത്തിന് ഓരോ പ്ലാനും പദ്ധതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവവചനം പറഞ്ഞതുപോലെ ആരും കണ്ടിട്ടില്ല, ആർക്കും കാണുവാൻ കഴിയാത്തവനുമായി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു ദൈവം. അങ്ങനെ ഞാൻ ഈ ശുശ്രൂഷയൊക്കെ ചെയ്ത് ഞാൻ ഒരു 3-5 വർഷം കഴിഞ്ഞപ്പോൾ 2014 ദൈവാത്മാവ് ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നല്ലപോലെ എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ രാത്രിയുടെ യാമത്തിൽ മുറ്റത്തിറങ്ങി മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം കയ്യിൽ 5 പൈസയിലേക്ക് പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ദൈവം എനിക്ക് എൻ്റെ കൈ നിറച്ച് പൈസ തരും. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അവരെല്ലാം ഒരുത്തി +2 വരെ പഠിച്ചു, ഒരുത്തി 10ാം ക്ലാസ് വരെ പഠിച്ചു. അങ്ങനെ അവരെയൊക്കെ എത്രച്ചൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊക്കെ കല്യാണാലോചനയൊക്കെ വന്നത്. കർത്താവ് എന്നെ വിളിച്ചിറക്കിയത് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ തേടിയതല്ല, ദൈവം എന്നെ തേടി വന്ന് എന്നെ വിളിച്ചിറക്കി. എന്നെ ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ ഇറങ്ങി. അങ്ങനെ 2014 ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഒരു സ്റ്റേജിൽ കയറി നീ പ്രസംഗിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അപ്പാ എനിക്കതിനൊന്നും കഴിവില്ല, എനിക്കതിനുള്ള ശക്തിയൊന്നുമില്ല, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല, എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ഇതിനൊന്നും കഴിവില്ല, അല്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞ് 2014 മാർച്ച് മാസം പുനലൂർ AGയുടെ ഗ്രൗണ്ടിൽ വെച്ച് IPCക്കാരുടെ കൺവെൻഷൻ നടന്നപ്പോൾ എന്നെ ഒരു ദൈവദാസൻ വിളിച്ച്, ദൈവാസിയും കൂടെ വിളിച്ച് ഞാൻ അവിടെ പോയി ശുശ്രൂഷിപ്പാനും ഒത്തിരി ജനങ്ങൾ എൻ്റെ സാക്ഷ്യം കേട്ട് വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ എൻ്റെ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ദൈവദാസ ഒരുപാട് നന്മകൾ ഞാൻ ബാംഗ്ലൂരിൽ ആന്ധ്രയിൽ ഇവിടെ എല്ലാം പോയി ശുശ്രൂഷയ്ക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നന്മകൾ എൻ്റെ ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ ആരാന്ന് പറഞ്ഞാലും എന്തുവെന്ന് പറഞ്ഞാലും ലോകം കണ്ട് കൊള്ളാമെന്ന് പറഞ്ഞാലും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി ഞാനൊരു ശ്രേഷ്ഠ ഒരു ഒരു ദൈവ പൈതലാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പറയുകയും നല്ല സ്നേഹവും ആദരവും എവിടെ ചെന്നാലും ദൈവം എന്നോട് പറഞ്ഞതുപോലെ നിന്റെ പാദം എവിടെ കുത്തുന്നോ അവിടെ ഞാൻ അവരെ അനുഗ്രഹിക്കും. ഞാൻ എവിടെല്ലാം കയറി പോയിട്ടുണ്ടോ, എൻ്റെ പാദം കുത്തിയിട്ടുണ്ടോ, ദൈവം അവരെല്ലാം അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ അറിയാതെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവം പണി കൊടുത്തിട്ടുമുണ്ട്. ഇന്ന് വരെയും ദൈവം അത്രയ്ക്ക് വലിയ ഉപകാരമാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. അങ്ങനെ 2 കുഞ്ഞുങ്ങളെ കെട്ടിച്ചു. മൂത്തവനും മോളും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. മൂത്ത കൊച്ചുമോന് 16 വയസ്സുണ്ട്, അയാൾ +2 പഠിക്കുന്നു. അതിൻ്റെ ഇളയ ആളിന് 6 പഠിക്കുന്നു. പിന്നെ ഇളയവിടെ മോള് 10 പഠിക്കുന്നു. എൻ്റെ ഇളയ മോൻ 7 പഠിക്കുന്നു. ഇങ്ങനെ 4 കുഞ്ഞുമക്കളെയും ദൈവം തന്നു. ഞാൻ ഇന്ന് ദൈവകൃപയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സാവുപാശ പരിചയപ്പെടുന്നത്. അവിടെ ഒരു ചർച്ചിൽ വന്ന് പരിചയപ്പെട്ടതാണ് ദൈവദാസനെ. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇവരെ വിളിക്കും, അപ്പോൾ സംസാരിക്കണം, സാക്ഷ്യം പറയാൻ. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ ദൈവദാസ, ദൈവം എനിക്ക് ഏത് വഴിയാണ് ഒരുക്കുന്നത് എനിക്കറിയത്തില്ലല്ലോ. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ആരെയും ഹൃദയത്തിൽ തോന്നാത്ത നന്മകൾ അപ്പച്ചൻ്റെ പക്കലുണ്ട്. അത് ദൈവം ഏത് വഴി എനിക്ക് തരുന്നു അത് ഞാൻ ശക്തമായി ഞാൻ ഈ നാളുകളിൽ ദൈവദാസൻ ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വീടില്ലെന്നോ കൂടില്ലെന്നോ വാടക കൊടുക്കണമെന്നൊന്നും എനിക്ക് ചിന്തയില്ല. എനിക്ക് ആയുസ് ദൈവം തരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ നാളുകൾ ചെയ്തതിൽ ഇരട്ടി ശക്തിയോടെ എൻ്റെ കർത്താവിന് വേണ്ടി ഒന്ന് നിൽക്കണം. ചില പാവികളെ വീണ്ടെടുക്കണം, ചില രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം. അതിനുള്ള കൃപ ദൈവം തന്നാൽ മാത്രം മതി. ഞാൻ കർത്താവിനോട് ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ, എനിക്ക് അങ്ങയുടെ കൃപ മാത്രം മതി, ഈ ലോകത്തൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സകലതും എനിക്ക് കൂട്ടിച്ചേർത്ത് തരാമെന്ന് പറഞ്ഞ് വിളിച്ച ദൈവം ഇന്ന് 10-25 വർഷമായി ഇന്ന് വരെയും ഞാൻ വാടകയ്ക്ക് കിടക്കുന്നെങ്കിലും എനിക്ക് അതിനെക്കുറിച്ചൊന്നും സങ്കടമില്ല. ദൈവം, ഏലിയാവിൻ്റെ ദൈവം എൻ്റെ ദൈവം,
ഹല്ലേലൂയ. എന്നെ ഇന്നുവരെയും പോറ്റിയ ദൈവം വിശ്വസ്തനാണ്. ഒരു നാളും എന്നെ വഴിയിലിട്ടിട്ട് പോയില്ല. ഞാൻ വഴി വെച്ച് നശിച്ചു പോവുകയായിരുന്നു. ദൈവം അവിടെ നിന്നൊക്കെ എന്നെ വിളിച്ചിറക്കി എന്നെ, എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ തലമുറകളെയും ഇന്നോളം പരിപാലിച്ച ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി ഞാൻ കരങ്ങളിൽ തരികയാണ്. കർത്താവിന് എന്നെ കൊണ്ട് എന്ത് ഉദ്ദേശമുണ്ടോ, കർത്താവിൻ്റെ എന്താണ് പ്ലാൻ എന്ന് എന്നെ അറിയിച്ചാൽ ഞാൻ അപ്രകാരമായി തീരുവാൻ ഞാൻ ദൈവസേനയിൽ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഇതൊരു സൗണ്ട് പോകും, കേൾക്കുന്നില്ലല്ലോ. ദൈവം കേൾക്കുന്നില്ല. രണ്ട് ആൺമക്കളെയും കൊണ്ടല്ലേ ഹസ്ബൻഡ് പോയത്? ആ ആ കുഞ്ഞുങ്ങൾ പിന്നെ തിരിച്ച് വന്നോ ദേവദാസി? അതിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്താട്ടെ. ഇല്ലില്ല, വന്നിട്ടില്ല. അവരെവിടാന്ന് അറിയത്തില്ല. ഓക്കെ. അവരെവിടാന്ന് അറിയത്തില്ല. ഞാൻ പലപ്പോഴും തിരക്കി, ഞാൻ ഇവരുടെ സ്കൂളിലെ അഡ്രസ്സ് വെച്ച് ഞാൻ തിരക്കി ചെന്നിടത്തൊന്നുമില്ല കുഞ്ഞുങ്ങള്. അവിടെ നിന്നൊക്കെ ഞാൻ അറിഞ്ഞ് ചെല്ലുന്നിടത്തൊന്ന് പുള്ളിക്കാരൻ മാറ്റി മാറ്റി കൊണ്ടുപോയി. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പോഴും എവിടാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഭൂമി ജീവിച്ചിരിപ്പുണ്ട്. ദൈവം എന്നോട് ഒരു വാക്ക് പറഞ്ഞു, നീ അതിനെ ചൊല്ലി ഭാരപ്പെടണ്ട, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ കൊണ്ടു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചിരിക്കുക. ഓക്കെ. മക്കളും അമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല? ഞങ്ങള് പിന്നെ ഇവിടെ അന്ന് ഫോണും ഫോട്ടോയൊന്നും ഇല്ലല്ലോ. അല്ല, ഇപ്പൊ നിലവില് ഇപ്പം എന്റെ മക്കള് അന്വേഷിക്കുന്നുണ്ട്. മക്കള് പലരോടും പറയുന്നുണ്ട്. ഇന്നാൾക്കങ്ങാണ്ട് പിന്നെ ഇളയവള് അന്വേഷിച്ചപ്പം ഒരാൾ കരുനാപ്പള്ളിങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ മരുമോനും അവിടെ കൂടെ പോയി അന്വേഷിച്ചപ്പം അവിടെ ആയിരുന്നു, പക്ഷെ അവന്മാർ അവിടെ നിന്നൊക്കെ അങ്ങ് പോയെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നോക്കില്ല. എവിടെയാണെന്ന് ഇപ്പൊ കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ. മക്കളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ. ദേവദാസി, കർത്താവ് പ്രിയ ദേവദാസിയുടെ ആഗ്രഹത്തെ മാനിക്കട്ടെ. ഒരുപക്ഷെ ഈ സാക്ഷ്യം നമ്മളിത് സംപ്രേഷണം ചെയ്യുമ്പോൾ ഇത് യൂട്യൂബിലൂടെ ലോകം മുഴുവനും ഈ സാക്ഷ്യം പോകും. ദേവദാസിയുടെ ഫോട്ടോയും ഒക്കെ അതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പോൾ മനസ്സിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കുന്നുവെങ്കിലും അവരിത് കാണുവാനും പ്രിയ മാതാവിനെ അന്വേഷിച്ച് വരാനും ഒക്കെ ഇതിനൊരു കാരണമായി തീരട്ടെ. ദൈവദാസിയെ ദൈവം ആദരിക്കട്ടെ. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, എല്ലാവരും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പിൽ അടൂർ ബസ് സ്റ്റാൻഡിൽ 2 പെൺകുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് എങ്ങോട്ടെന്നറിയാതെ വഴിയറിയാതെ നിൽക്കുന്ന ഇടത്ത് നിന്ന് ദൈവം ഇവിടെ വരെ കൊണ്ടുവന്നു. ആ ദൈവം തിരിച്ച് പ്രിയ ദേവദാസിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, തലചായ്ക്കുവാൻ ഒരിടവും 2 ആൺമക്കൾ എവിടെയാണെന്ന് അറിയുകയില്ല. അവരും കടന്നു വന്ന് ആ പഴയ ഒരു കുടുംബ സന്തോഷത്തിലേക്ക് പ്രിയ ദേവദാസിയെ ദൈവം മടക്കി വരുത്തട്ടെ. ഈ സാക്ഷ്യം കേൾവിക്കാർക്ക് ഒരു വലിയൊരു എനർജിയായി തീരട്ടെ. കാരണം നമ്മെ ആരൊക്കെ ഉപേക്ഷിച്ചാലും നമ്മൾ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ദൈവം നമ്മെ കൈവിടുകയില്ല. എന്നെ കരുതുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന ഭർത്താവ് പോലും ഭാര്യ പോലും ഒക്കെ നമ്മെ ഒരുപക്ഷെ കൈവിട്ടാലും, മാതാപിതാക്കൾ കൈവിട്ടാലും, സഹോദരങ്ങൾ കൈവിട്ടാലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട് എന്ന് ഇത് കേൾക്കുന്ന കേൾവിക്കാർക്ക് ഒരു നല്ല ഒരു അനുഭവമായി തീരട്ടെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സാക്ഷ്യം ശ്രദ്ധിക്കുവാൻ ഇന്ന് പകലിലും ദൈവം ഒരു അവസരം തന്നതിനായ സ്തോത്രം. ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവദാസിക്ക് ഒരനുഗ്രഹമായി തീരട്ടെ, നല്ലൊരു തുടക്കമായി തീരട്ടെ. അവരുടെ 2 ആൺകുഞ്ഞുങ്ങൾ ഇന്നും എവിടെയാണെന്ന് അവരറിയുന്നില്ല. കർത്താവിന്റെ കുഞ്ഞുങ്ങൾ പ്രിയമാതാവിനെ അന്വേഷിച്ച് കടന്നു വരുവാനും ഒക്കെ മുഖാന്തരങ്ങളായി തീരട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.